ഗോൾ ഗുംബസിന്റെ മിനാരങ്ങളിൽ ഒരു വിസ്പറിംഗ് ഡയസ് ഉണ്ട്. ഒരു കരഘോഷം അവിടെ 10 തവണ മാറ്റൊലിക്കൊള്ളും. മനുഷ്യ മനസ്സുകളിൽ മാറ്റൊലിക്കൊള്ളട്ടെ അറിവിന്റെ 1000 കരഘോഷങ്ങൾ. വിശ്വജ്ഞാനത്തിന്റെ അശ്വമേധത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. 100% വിപരീത സമസ്യയായി മാറിക്കഴിഞ്ഞ അശ്വമേധത്തിലെ ഈ ദിവസത്തെ വഴികാട്ടി പ്രതിഭാശാലിയായ മാധ്യമപ്രവർത്തക ശ്രീമതി രേഖാ മേനോനാണ്. അവർ നോബൽ ഗൈഡ് രേഖാ മേനോൻ, വെൽക്കം ടു ദ ഷോ. അവർ ന്യൂ IT ഗൈഡ് ശില്പ, ഗുഡ് ഈവനിങ്. ഇന്നു മുതൽ അശ്വമേധം 100% ഒരു വിപരീത സമസ്യയാണ്. മത്സര തുകകളുടെ കാര്യത്തിലും വ്യത്യസ്തതകളുണ്ട്. ഒപ്പം മത്സരാർത്ഥി 3 തവണ വ്യക്തികളെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വർഷങ്ങൾ മുമ്പേ ഇടം പിടിച്ച ആ വിപരീത സമസ്യ, അതിൻ്റെ ചാരുതയും അതിൻ്റെ മനോഹാരിതയും ഒട്ടും ചോർന്നു പോകാതെ ആർജവത്തോടെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഈ നവവത്സരത്തിൽ. ഒരിക്കൽ കൂടി സ്വാഗതം ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. നവവത്സരത്തിൽ സൗന്ദര്യവും പ്രതിഭയും ഒത്തുചേർന്ന ഒരു മികച്ച മത്സരാർത്ഥിയാകട്ടെ ആദ്യം ഈ വേദിയിൽ എത്തിച്ചേരുന്നത്. ആരാണത്? കാണാം. നമസ്കാരം, ഞാൻ ശരത് ദാസ്. സ്കൂളിലും കോളേജിലും നമുക്ക് ലഭിക്കുന്നത് അറിവാണെങ്കിൽ ജീവിത പാഠങ്ങൾ നമുക്ക് നൽകുന്നത് തിരിച്ചറിവുകളാണ്. അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഗെയിം ഷോ ആയ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ശ്രീ GS പ്രദീപിനെ പരാജയപ്പെടുത്താനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരാജയപ്പെടാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു ചെറിയ പരീക്ഷണം കാണാം നമുക്ക് അശ്വമേധത്തിൽ. അതെ, മലയാള കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ആ യുവ സുഹൃത്ത് ശരത്, പ്ലീസ് വാക്ക് ഇൻ. ഗ്രേറ്റ് ടു മീറ്റ് യു. അയ്യോ, കുറേ കാലമായി. ഒരുപാട് കാലമായി. അശ്വമേധത്തിന്റെ ആദ്യ പതിപ്പിലും ശരത്ത് മത്സരിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ അച്ഛനും അതിൽ മത്സരിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ പുതുക്കാനാണ് ഞാനിന്ന് ഇവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഈ കാലം കുറേ ആയെങ്കിലും ശരത്തിന്റെ മുഖത്തിനും രൂപത്തിനും ശരീരത്തിനും ഒന്നും ഒരു മാറ്റവും ഇല്ലല്ലോ ശരത്തെ. എന്താണ് സംഭവം? ഇതിന്റെ രഹസ്യം പറയും. അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ മനസ്സ് നന്നായിരിക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ആ ഒരു യുവത്വം നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി രേഖാ മേനോൻ, അതുവഴി മനസ്സ് നല്ലതാണ് എന്ന് ഉറപ്പിക്കുകയാണ് ശരത് അല്ലേ? അതെ, ഗുഡ് ലുക്സ് ആൻഡ് ബ്രെയിൻസ് ടുഗദർ ആണല്ലോ ഇന്ന്. ഗുഡ് ലുക്സ് ആൻഡ് ബ്രെയിൻസ്. അതെ, ഈശ്വരാ. ശരത്തിന്റെ മനസ്സ് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ശരത്തിന്റെ പുൻശിരി വളരെ നല്ലതാണ്. താങ്ക് യു സോ മച്ച് ശരത്, ഓൾ ദി ബെസ്റ്റ്. വിപരീത സമസ്യയുടെ വിശിഷ്ട മേഖലയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ മേഖല യാഗം. ഓൾ ദി ബെസ്റ്റ് ശരത്. താങ്ക് യു സോ മച്ച്. മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു വിഷയം കിട്ടി, ആ വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തിയെ വിചാരിച്ചു. അതെ, ശരത് വിചാരിച്ച വ്യക്തിയെ ശ്രീമതി രേഖാ മേനോൻ, ഡു യു അപ്രൂവ് ഇറ്റ്? യെസ്, ഐ ഡു. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ യെസ് ഓർ നോ പറയാൻ ശരത്തിനെ സഹായിക്കാൻ ശില്പ, ആർ യു എക്വിപ്ഡ്? യെസ്, ഓഫ് കോഴ്സ്. ഈ സുഹൃത്തിന് ഊഷ്മളമായ ആത്മാർത്ഥമായ സ്വാഗതം അശ്വമേധത്തിന്റെ ഈ ഹോട്ട് സീറ്റ്. താങ്ക് യു. ശരത്, മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് എനിക്കൊരു കഥകളി പദം കേട്ടിരുന്നു. സത്യം ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഇതിൻ്റെ ടെൻഷൻ അങ്ങ് ഒഴിവാക്കി കിട്ടുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പാട്ടുകാരനല്ല. അച്ഛൻ പാടുന്ന കേട്ടിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക. നൈഷധൻ ഇവൻ താൻ, നൈഷധൻ ഇവൻ താൻ, ഈശലില്ലാമേ നിർണയം ഇവൻ താനൊരു, ഈശലില്ലാമേ നിർണയം. പോരെ? ഒരു നിമിഷം, ഈ ഒരു നിമിഷം
നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ആദരണീയനായ ആ വലിയ കലാകാരനെ ശ്രീ വെൺമണി ഹരിദാസിനെ മനസ്സുകൊണ്ട് സ്മരിക്കാം. ശരത്തിന് ജന്മം തന്ന ശരത്തിൻ്റെ പിതാവ്, മഹാനായ ആ കലാകാരനെ. ശരത്, മറ്റൊന്നുണ്ട് വിശേഷം? കുടുംബം ഭാര്യ മഞ്ജു, 2 പെൺകുട്ടികളാണ്. എന്താ പേര്? വേദ മൂത്ത ആൾക്ക് 7 വയസ്സായി. രണ്ടാമത്തെ ആൾക്ക് ധ്യാന 3 വയസ്സ്. അമ്മ, അനിയൻ, അങ്ങനെ. വേദ, ധ്യാന, അച്ഛൻ യാഗ, കുറച്ച് കഴിയുമ്പോൾ യജ്ഞ, അല്ലേ? ഈ അശ്വം ശരത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വഴികാട്ടിയാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരത്, എൻ്റെ ആദ്യത്തെ ചോദ്യം, ശരത് വിചാരിച്ച വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 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 സാധാരണഗതിയിലാണ് അദ്ദേഹം മരിച്ചത്? അതെ. ആണ്. ഇന്ത്യൻ? അല്ല. അല്ല. ഏഷ്യൻ? അല്ല. അല്ല. യൂറോപ്യൻ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതെ. മതപരം, ആത്മീയം? അതെ. 1980 ശേഷമാണോ അദ്ദേഹം അന്തരിച്ചത്? അല്ല. അല്ല. 1900 ശേഷം? അതെ. അതെ. വാസ് ഹി എ പോപ്പ്? നോ. അല്ല. അല്ല. ഇറ്റാലിയൻ? നോ. അദ്ദേഹം ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയോ മതപരിവർത്തനത്തെ അല്ലെങ്കിൽ സാമൂഹികമായ മതപരമായ സാമൂഹ്യ വിമോചനത്തിന് ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ജർമ്മൻ? അല്ല. അല്ല. മാർട്ടിൻ ലൂഥർ? അല്ല. അല്ല. അതുപോലെ ഡോൺ ബോസ്കോയും അല്ല. ഗുഡ്. ക്രൈസ്തവ മതത്തിന്റെ പ്രയോക്താവ് തന്നെയായിരുന്നു അദ്ദേഹം? അല്ല. ബ്രിട്ടീഷ്? അല്ല. അല്ല. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. 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 ഐ ഹാവ് ഓൺലി വൺ മോർ ക്വസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ പേര് അനുസ്മരിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ? എൻ്റെ അറിവിലില്ല. അതായത് ഇന്ത്യയിലാണോ ഉദ്ദേശിച്ചത് അതോ? ഇന്ത്യയിൽ. ഇന്ത്യയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈഫ് ലൈൻ വേണം? ഇല്ല. ഇല്ല. ഐ ക്യാൻ ജസ്റ്റ് ഗോ ഫോർ എ വൈഡ് ഗസ്. യൂറോപ്യൻ ആണെന്ന് പറഞ്ഞു, ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ് ഒന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡച്ചുകാരനാകാമെന്നുള്ളൊരു ചാൻസ് തോന്നി. ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അർണോസ് പാതിരിയാണോ മനസ്സിൽ? അല്ല. കൺഗ്രാറ്റുലേഷൻസ്. You have won ₹5,000 from Mir Realtors. Mir Realtors-ന്റെ 5000 രൂപ സമ്മാനം ശരത് കരസ്ഥമാക്കി. ഇനി പറയൂ, ആരെയാ വിചാരിച്ചത്? ജോർജ് ഇവാനോവിച്ച് ഗുർജേഫ്. ജോർജ് ഇവാനോവിച്ച് ഗുർജിഫ്. അർമേനിയക്കാരനായ ജോർജ് ഇവാനോവിച്ച് ഗുർജിഫ് പ്രശസ്തനായ അർമേനിയൻ ആത്മീയ ചിന്തകനും എഴുത്തുകാരനുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ സൂഫി, സെൻ ആശയങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായി. തന്റെ ആശയങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു. മീറ്റിംഗ് വിത്ത് റിമാർക്കബിൾ മെൻ, ലൈഫ് ഈസ് ഓൺലി റിയൽ ദെൻ, വെൻ ഐ ആം, ഇവ ഇദ്ദേഹത്തിന്റെ പ്രധാന രചനകളാണ്. കൺഗ്രാറ്റുലേഷൻസ്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒരുമിപ്പിക്കുവാൻ വേണ്ടി മതപരമായ നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയ ഒരു മഹാപ്രതിഭയുടെ പേര് മനസ്സിലോർമ്മിപ്പിച്ചുകൊണ്ട് ശരത് ആദ്യ റൗണ്ടിൽ മിർ റിയൽട്ടേഴ്സിന്റെ 5000 രൂപ സമ്മാനം നേടിക്കഴിഞ്ഞ ഈ അവസരത്തിൽ പ്രേക്ഷകരോടുള്ള എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ നവാസ് ഷെരീഫ്, AB വാജ്പേയി, ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഐസക് ന്യൂട്ടൺ? ശരത് രണ്ടാം ബൗളിൽ നിന്നും മറ്റൊരു വിഷയമെടുത്തു, ജൂറിയെ അപ്രൂവലിന് വേണ്ടി ഏൽപ്പിച്ചു. ഒരു വ്യക്തിയെ തന്നെയാണ് ഇക്കുറിയും ശരത് വിചാരിച്ചത്. അതെ. ഇക്കുറി ശരത് വിചാരിച്ച വ്യക്തി അംഗീകരിക്കുന്നു ശ്രീമതി രേഖ മേനോൻ? ശരിക്കും അംഗീകരിക്കുന്നു, നന്നായി അംഗീകരിക്കുന്നു. നന്നായി അംഗീകരിക്കുന്നു. അപ്പൊ കുപ്രസിദ്ധനാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, ചോദ്യം ലാഭിച്ചു.
And you are ready to help him. റെഡി. Okay, Sharath, all the best. Come on. Thank you. Take your seat. Come on. ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. അത്ര കടുപ്പിക്കണോ? കടുപ്പിക്കണം. അതല്ല, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കാണ് കൂടുതൽ പേടിയുള്ളത്. നമ്മൾ ആ ബൗളിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ ഇത്ര അധികം ടോപ്പിക്കുകളാണ് അതിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അതെ, ഇതിലെ എല്ലാ വിഷയങ്ങളും ഉണ്ട്. അതെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു അത്ഭുതമാണ്. പണ്ട് മുതലേ ആണെങ്കിൽ കൂടി ഇത്ര അധികം വിവരങ്ങൾ എങ്ങനെയാണ്, പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പലരും ബോറടിപ്പിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ കൂടി എനിക്കൊന്നും കൂടി അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിക്കുക, എങ്ങനെയാണ് ഇത്രയും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്ത് അത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ഓർ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ഇത് എവിടെയാണ് അത് സൂക്ഷിച്ച് വയ്ക്കുന്നത്? അതിനെക്കുറിച്ചൊരു അതൊരു പ്രത്യേക കഴിവാണ്. ആ കഴിവ് കിട്ടിയതിനെ കുറിച്ച് ആണ് ചോദ്യം. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ കഴിവ് കിട്ടിയത്. അന്ന് നേവിയിൽ പരേഡ് ഉണ്ട്. അങ്ങനെ ഈ നേവി ക്യാമ്പ് വൈകുന്നേരത്തെ പരേഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിന്റെ മുന്നിലുള്ള ആൽമരം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബസ് കാത്തു നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നെ കളിയാക്കാനല്ല, വളരെ സീരിയസ് ആയിട്ട് അവിടെ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ട്യൂസ്ഡേയും ഫ്രൈഡേയും ആയിരുന്നു പരേഡ്. വെള്ളിയാഴ്ച ആയിരുന്നു അത്. ഈ ബസ് കാത്തു നിന്നപ്പോൾ 3:15 നിന്ന് 3:30 ബസ് വരാൻ സാധ്യതയുള്ളൂ. ഒരു പൊതി താഴെ കിടന്നു, ആരോ കൊണ്ടിട്ടു. ഞാൻ പെട്ടെന്നൊരു ആകാംക്ഷ കൊണ്ട് ഇത് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് കൂടി, തിരിച്ചിടാൻ മടി. ആള് കൂടി കഴിയുമ്പോഴേ പിന്നെ കൈവിറയിലായി, ബോംബാണോ എന്തായാലും ബസ്സിൽ ഇതുകൊണ്ട് വീട്ടിൽ പോയി. നേരെ അലമാരെ കൊണ്ടുവച്ചു. അച്ഛനും അമ്മ ഇല്ലാത്ത ശനി ഞായർ നോക്കി ഇതങ്ങ് തുറന്നു നോക്കിയപ്പോൾ കംപ്ലീറ്റ് കഴിവാ. അങ്ങനെ ഇത് ആ കഴിവിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പിടിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ചൊവ്വയും വെള്ളിയും എവിടെയായിരുന്നു? ബസ് സ്റ്റോപ്പ് ഏതായിരുന്നു? തമ്പാനൂർ ശ്രീകുമാർ. ആൽമരം ഇപ്പോഴും ഉണ്ടോ? എന്താണ്? ആൽമരം ഇപ്പോഴും ഉണ്ടോ? ആൽമരം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു വലിയ കാഴ്ച ഇപ്പൊ ഇല്ല. അന്ന് ആ ആൽമരത്തിന്റെ മുന്നിൽ ഒരാളുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അണ്ണാവരൊക്കെ ഉക്കാറും ചേട്ടാ നോക്കൂ, അന്യ ശ്രദ്ധിക്കൂ, നോക്കണ തട്ടുകുട്ടിപ്പല്ല, ഇന്ദ്രകാലമല്ല, മന്ത്രവാദമല്ല എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, അദ്ദേഹമില്ല. ഞാൻ ആ ചോദ്യം വലിച്ചു കീറി പറിച്ചെടുത്ത് എന്റെ പോക്കറ്റിൽ തന്നെ തിരികെ വെച്ചു. എന്നാൽ എന്റെ ഒരു ചോദ്യമുണ്ട്. ശരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാ? ശരത്തിന്റെ ഡയലോഗ്. പത്രം എന്നുള്ളൊരു സിനിമ, അത് വളരെ ആകസ്മികമായിട്ട് എനിക്ക് കിട്ടിയൊരു. ഒറ്റ സെക്കൻഡ്. ഇബ്നു കഥാപാത്രത്തിന്റെ പേര്. കറക്റ്റ്. അപ്പോൾ ഇബ്നു എന്നുള്ള കഥാപാത്രം വളരെ ആകസ്മികമായിട്ടാണ് എനിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് ജോഷി സാറിൻ്റെ സിനിമ, സുരേഷ് ഏട്ടൻ, മഞ്ജു വാര്യർ, അങ്ങനെ ഒരു താരനിബിഡമായ രഞ്ജി പണിക്കർ വാസ് ദ മാൻ ബിഹൈൻഡ് ദാറ്റ്. അപ്പോൾ അതിൽ എല്ലാവരും ഇങ്ങനെ ഒരു പറയുന്നുണ്ട്, കാരണം ഒരു ചോക്ലേറ്റ് ഫേസാണ് എനിക്ക്. അപ്പോൾ അതിൽ ഈ ദേഷ്യപ്പെടുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നിയിരുന്നു, സ്ഫടികം ജോർജിനെ പോലെയുള്ള ഒരു 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരു പോലീസ് ഓഫീസറുടെ മുഖത്ത് നോക്കിയിട്ട്. അയാളുടെ പേരെന്താണ്? കഥാപാത്രത്തിന്റെ പേര് വാഴക്കാലി. തോമസ് വാഴക്കാലി. അതെ. അപ്പോൾ ദേഷ്യപ്പെടണം, അതായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ അപ്പോൾ ഒരു ആക്ടർ, ആസ് ആൻ ആക്ടർ ഐ ഷുഡ് പ്രൂവ്. അപ്പോൾ അങ്ങനെ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ തിയേറ്ററിൽ കയ്യടി കിട്ടുകയും ഒരുപാട് അപ്രീസിയേഷൻ. അത് മുഖത്ത് നോക്കി ഞാൻ വിളിക്കുന്നില്ല, എടാ പന്നി, എൻ്റെ ഉമ്മാനെ തൊട്ട് കളിക്കോടാ നീ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഡയലോഗാണ്. ഞാൻ ഇപ്പം അത് മുഴുവനായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ എൻ്റെ വഴിത്തിരിവായ ഒരു കഥാപാത്രം. ഈ ചുംബന സമരത്തിനെ എതിർത്തും അനുകൂലിച്ചും ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോൾ ചുംബന സമരത്തിന്റെ അനുകൂലികൾ എതിർത്തവരോട് ചോദിച്ചതും ഇതാണ്, എടാ പന്നി, എൻ്റെ ഉമ്മേനെ തൊട്ട് കളിക്കുക. തുടങ്ങാം. So, Sharath, wish you all the best again. Thank you. Here is my first question. Sharath വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എന്താ ഒരു സംശയം? അല്ല, അത് ഒന്ന് കൺഫേം ചെയ്തു. ഉണ്ടല്ലോ. ഇന്ത്യൻ അല്ല. 2000-ന് ശേഷം മരണം. അത് ലൈഫ് ലൈൻ. അല്ല, ബിഫോർ ദാറ്റ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ലൈഫ് ലൈൻ. യെസ്. നമ്പർ 3, 1950-ക്ക് ശേഷമാണോ മരിച്ചത്? അതെ. ഷുവർ? യെസ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മരിച്ച ഒരു വ്യക്തി. പുരുഷനാണോ? ആണ്. ഭാരതീയനാണ്? അല്ല. യൂറോപ്യൻ? യെസ്.
അതിൽ ഒരു മിനിറ്റ്, യൂറോപ്യൻ കൺട്രീസിൽ ഏതൊക്കെയാണ് പെടുന്നത്? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, ഹംഗറി, സ്വിറ്റ്സർലാൻഡ്, ഫിൻലാൻഡ്, അയർലൻഡ്, റഷ്യ, അൽബേനിയ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഇതെല്ലാം യൂറോപ്യൻ കൺട്രീസിൽ വരുന്നു. ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. ലൈഫ് ലൈൻ വേണോ? About the continent you can seek a lifeline. ധൈര്യമായി ചോദിക്കുന്നേ. പെട്ടെന്ന് തീർന്നു പോയില്ലേ? ആ 5-6 തവണ സഹായിക്കാൻ രേഖദാസായി തയ്യാറാണ്. യൂറോപ്യൻ അല്ലേ? അല്ല. അല്ല, സോറി. So again, that was a lifeline. Repeat. ആ ചോദ്യത്തിലേക്ക് തുടങ്ങാം. തിരികെ തുടങ്ങണം. Question number 6 റിപ്പീറ്റ് ചെയ്യണം. അമേരിക്കൻ കോണ്ടിനെന്റ്സ്? അതെ. USA? അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. നോർമൽ ഡെത്ത്? അതെ. Was he ever the president of America? എപ്പോഴെങ്കിലും അമേരിക്കയുടെ രാഷ്ട്രപതിയായിരുന്നു? ഉണ്ട്. അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ രാഷ്ട്രീയത്തിൽ? അല്ല. 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 ഉറപ്പാണ്. എന്നെ കണ്ണിലേക്ക് നോക്കല്ലേ. കണ്ണിൽ നിന്ന് ഉത്തരം. കണ്ണും കണ്ണും തമ്മിൽ നോക്കിയിരുന്നാൽ കാതൽ വരും, ஆனால் ഇതയവും ഇതയവും നോക്കിയിരുന്നാൽ അറിവ് വരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയിരുന്നോളൂ. ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട്. ഇഷ്ടം പോലെ നെഞ്ചു വിരിച്ചിരിക്കുക ഞാൻ. ഏതെങ്കിലും കോൺട്രാവേഴ്സിയിൽ പെട്ടിട്ടുണ്ടോ അദ്ദേഹം? യെസ്, ഉണ്ട്. ഉണ്ട്. വെളുത്ത വാതിലുമായി ബന്ധമുണ്ടോ അതിന്? മീൻസ് വെളുത്ത വാതിലല്ല, ജലവാതിലുമായി ബന്ധമുണ്ടോ? ഉണ്ട്. 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 എൻ്റെ മുകളിലും ആകാശമുണ്ട്, വശത്തും മുന്നിലും ആകാശമുണ്ട്, നെഞ്ചിലും ആകാശമുണ്ട്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പഴയ ചൊല്ല്. വെള്ളം വാതിലും ഒരുമിച്ച് ചേരുമ്പോൾ വാട്ടർ ഗേറ്റ് ഉണ്ടാകും. ആരോ തരുന്ന കടലാസ് കഷ്ണത്തിൽ എഴുതി കാണിക്കുന്നു റിച്ചാർഡ് നിക്സൺ എന്ന്. റിച്ചാർഡ് നിക്സൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ 37ാമത് രാഷ്ട്രപതിയായിരുന്നു റിച്ചാർഡ് നിക്സൺ എന്ന റിച്ചാർഡ് മിൽഹൌസ് നിക്സൺ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇദ്ദേഹം അമേരിക്കൻ നാവികസേനയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1969 മുതൽ 1974 വരെ അമേരിക്കൻ രാഷ്ട്രപതിയായി പ്രവർത്തിച്ച ഇദ്ദേഹം 1974 തൽസ്ഥാനത്തു നിന്നും രാജിവെച്ചു. 1994 ഏപ്രിൽ 22 പക്ഷാഘാതം മൂലം ന്യൂയോർക്ക് നഗരത്തിൽ വെച്ച് ഇദ്ദേഹം അന്തരിച്ചു. 10,000 രൂപ നേടേണ്ടിയിരുന്ന ശരത്ത് റിച്ചാർഡ് നിക്സനെ പറ്റിയതുപോലെ ഒരു അബദ്ധത്തിൽ കാൽ തെറ്റി വീണു. 2,500 താഴെ വന്നു. അതിലൊന്നും കാര്യമില്ല. പാർട്ടിസിപ്പേഷൻ ഇസ് ദ സ്പിരിറ്റ്. മത്സരിക്കുന്നതിലാണ് അതിന്റെ സന്തോഷം. ശരത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിലെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 2015 ശരത് ഒരു 4 വരി പാട്ട് പാടിയേ പറ്റും. ആദ്യം നമ്മൾ കഥകളി സംഗീതത്തിലാണ് തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പാട്ട് പാടാൻ പറയുമ്പോൾ ശരത്ത് ചോദിക്കുന്നത് പാദസാം വിജയം വാർന്നൊഴിഞ്ഞ അളവ് സേതു ബന്ധനോദ്യോഗ ബന്ധനോ എന്നാണ്. വെള്ളമെല്ലാം ഒഴുകിക്കളഞ്ഞിട്ട് ഇനി എന്തിനാണ് കെട്ടണം എന്നാണ്. ഒന്നും ഒഴുകി പോയിട്ടില്ല ശരത്. It is there in your heart. It is there in your brain. ശില്പ പ്ലീസ്. ശരത് ഒരു മികച്ച നടനാണ്, അതിലുപരി ഒരു നല്ല സുന്ദരനാണ്. അതൊക്കെ പ്രേക്ഷകർക്ക് അറിയാം. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വളരെ വൈവിധ്യമാർന്ന മറ്റൊരുപാട് കലാപ്രതിഭകൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. ആ കല പലർക്കും അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ശരത്തിന് അത്തരം ഒരു വൈവിധ്യമാർന്ന വല്ലാത്തൊരു കലയുണ്ട്. ശരത്തിന്റെ കൈകൾ കൊണ്ട് കാണിക്കുന്ന ഈ കല ഒന്ന് കാണട്ടെ. അല്ല, ആക്ച്വലി അത്ര വലിയൊരു ഇതല്ല. ഞാനിങ്ങനെ കുട്ടിക്കാലം പോലെ ഇതിൽ കൈകൊണ്ട് ശബ്ദം ഞാൻ ചെറുതായിട്ട് സെൽഫ് ടോട്ടായിട്ട് ഫ്ലൂട്ട് വായിക്കാറുണ്ട്. അപ്പോൾ അത് ഇതിലൊന്ന് പ്രയോഗിച്ച് നോക്കിയപ്പോൾ ഒരു പാട്ടായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളെ കളിപ്പിക്കാൻ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ശില്പയെ കളിപ്പിക്കാൻ ഓക്കെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. കരശംഖ് എന്നാണ് നമ്മൾ തമാശയ്ക്ക് ഇട്ടിരിക്കുന്ന ഒരു പേര്. കരശംഖ്.
ഇത്രേ ഉള്ളൂ. വണ്ടർഫുൾ വണ്ടർഫുൾ സർ, വണ്ടർഫുൾ. ഇത് കരശംഖിനി മാത്രമല്ല, നിങ്ങൾക്ക് കരഗതമായുള്ള എല്ലാ പ്രതിഭകൾക്കും ഞങ്ങളുടെ അംഗീകാരം, അഭിവാദനം. താങ്ക് യു സോ മച്ച്. And you have ₹1 2,500 from Mir Realtors. ഓ ഗ്രേറ്റ്. പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. സൗത്ത്, ഈസ്റ്റ്, ക്രിസ്മസ്, ഈസ്റ്റർ ഇവ തമ്മിൽ ഭൂമിശാസ്ത്രപരമായി എന്താണ് ബന്ധം? പുറത്ത് ജാലകത്തിലൂടെ നിലാവ് നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുന്നത് ഈ സ്ക്രീനിലേക്ക് തന്നെ മാത്രം. കാരണം ഇവിടെയുണ്ട് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന അടുത്ത മത്സരാർത്ഥി ഒരു പെൺകുട്ടിയാണ്. നമുക്ക് ആ മത്സരാർത്ഥിയുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു. ഹലോ, ഞാൻ റംലത്ത്. സ്വദേശം കണ്ണൂർ ജില്ലയ്ക്കടുത്ത് പയ്യന്നൂരാണ്. ഞാൻ പഠിച്ചതൊക്കെ ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് പയ്യന്നൂരാണ്. വീട്ടിൽ ഞാനും ഫാദറും മാത്രമേ ഉള്ളൂ. ഉമ്മ 6 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി. അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ്. GS പ്രദീപ് സാറിനെ പോലുള്ളൊരു മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും എൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്യും. So that was Ramlat from Ernakulam. Welcome to the show, Ramlat. Ramlat, wish you all the best. ഹോട്ട് സീറ്റിൽ ഇരിക്കണ്ടേ പെട്ടെന്ന് തന്നെ ഒരു വിഷയം തിരഞ്ഞെടുക്കും. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ശ്രീമതി രേഖാ മേനോന് സമർപ്പിച്ച് അപ്രൂവൽ വാങ്ങും. ഓൾ ദി ബെസ്റ്റ്. So, Ramlat, all the best. താങ്ക് യു സർ. Ramlat ഇത്തവണ വിചാരിച്ച പേര് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് ശ്രീമതി രേഖ മേനോൻ? യെസ്, ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്രൂവ് ചെയ്തിട്ടുണ്ട്. And you will be helping her. Sure. Ramlat, now this is your time. അശ്വമേധത്തിന്റെ ഈ ഹോട്ട് സീറ്റിൽ ഇനി റംലത്തിന് ഇരിക്കുക. All the best. റംലത്തിന് 3 ലൈഫ് ലൈനുകളുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ അറിയില്ല എങ്കിൽ 3 തവണ ലൈഫ് ലൈൻ ആവശ്യപ്പെടാം. ശരി. ലൈഫ് ലൈൻ ആവശ്യപ്പെടാതെ റംലത്ത് തെറ്റുത്തരം പറഞ്ഞാൽ there are chances you may be disqualified by the jury. ഉറപ്പല്ലെങ്കിൽ ലൈഫ് ലൈൻ ചോദിക്കുക തന്നെ വേണം. ശരി. പിന്നെ ഇതൊന്നും കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് ഉത്തരങ്ങൾ പറയണം. റംലത്ത് ഒരുമിച്ച് നമ്മൾ പ്രവേശിക്കുന്നു വിപരീത സമസ്യയുടെ മറ്റൊരു മഹാമേഖലയിലേക്ക്. യാഗം. റംലത്ത് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനായിരുന്നു. അതെ. 2, അദ്ദേഹത്തെ നമുക്ക് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണാൻ കഴിയും? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ നോ. അല്ല. ഏഷ്യൻ? യെസ്. സാർക്ക് രാജ്യങ്ങളിലൊന്നാണോ? അല്ല. 1950 ശേഷം മരണം? അതെ. ആണ്. അതെ. 2000 ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നായിരുന്നോ പ്രധാനം? അതെ. രാഷ്ട്രീയമായിരുന്നോ പ്രധാനം? അതെ. അതെ. ഗൾഫ് കൺട്രീസിലൊന്നും? അല്ല. അല്ല. 10 വർഷത്തിലേറെ കാലം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നുണ്ടോ? ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ ലൈഫ് ലൈൻ ഇല്ല. ഇല്ല. ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, കംബോഡിയ, വിയറ്റ്നാം ഇതിലൊന്നാണോ രാജ്യം? അല്ല. അല്ല. മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഫിജി ഇതിലൊന്നാണോ രാജ്യം? അതെ. അതെ. ആണ്. ഇന്ത്യൻ വംശജനായിരുന്നു? അതെ. അതെ. അതെ.
അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്നും ഭ്രഷ്ടനാക്കിയ വ്യക്തി മിസ്റ്റർ സ്പീറ്റ്സ് ആണോ? അല്ല. അപ്പൊ മഹീന്ദ്ര ചൗധരി ഇല്ല. ശരി. നമ്പർ 17, ഇനി സൗത്ത് ഇന്ത്യൻ കണക്ഷൻ ഉണ്ട്. തലശ്ശേരിക്കടുത്തുള്ള വംശവൃക്ഷത്തിന്റെ വേരുകളിൽ നിന്നും സിംഗപ്പൂരിലെത്തി സിംഗപ്പൂരിന്റെ ഭരണസാരഥ്യം കൈയാളിയ ദേവൻ നായരാണോ മനസ്സിൽ? അതെ സർ. ആണ്. അതെ. ദേവൻ നായർ സിംഗപ്പൂരിന്റെ മൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു CV ദേവൻ നായർ. 1981 ഒക്ടോബർ 23 രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹം 1985 മാർച്ച് 28 രാജിവെക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തിരുവങ്ങാട് എന്ന സ്ഥലത്തു നിന്നും മലേഷ്യയിലേക്ക് കുടിയേറുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബം. 1923 ഓഗസ്റ്റ് 5 മലേഷ്യയിലായിരുന്നു ദേവൻ നായരുടെ ജനനം. പീപ്പിൾസ് ആക്ഷൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ ഇദ്ദേഹം 1964 മലേഷ്യൻ പാർലമെന്റിൽ അംഗമായി. 1979 സിംഗപ്പൂർ പാർലമെന്റ് അംഗവും 1981 പ്രസിഡന്റുമായി. നല്ല സെലക്ഷൻ. ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ വിജയങ്ങളിലേക്ക് ഭാവിയിൽ പോകാൻ റംലത്തിന് ഞങ്ങളുടെ സ്നേഹ സമ്മാനം. ആൻഡ് ഇതൊരു സാന്ത്വന സമ്മാനം മിർ റിയൽ പേഴ്സൺ. പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ മൂന്നാമത്തെ സൂചന, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദേവൻ നായർക്ക് പുറമെ സിംഗപ്പൂരിന്റെ രാഷ്ട്രപതി പദവിയിലെത്തിയ മറ്റൊരു ഭാരതീയൻ ആര്? പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കാൻ മറക്കണ്ട. ഈ വേദിയിൽ ഇനി മത്സരിക്കാനെത്തുന്ന മത്സരാർത്ഥി ആര്? നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ ഒരു ലഘു വിവരണം. ഹായ്, ഞാൻ അനീഷ്. സ്വന്തം സ്ഥലം മാവേലിക്കര. വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ ആണുള്ളത്. ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് ഞാൻ ടെലിവിഷനിൽ ഒരു ക്വിസ് പ്രോഗ്രാമിൽ, അതും അശ്വമേധം പോലുള്ള ഒരു റിവേഴ്സ് ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന തുക അത് എത്രയും ആകട്ടെ, എൻ്റെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് ആവശ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ പ്രദീപിനെ എത്ര റൗണ്ട് വരെ ചലഞ്ച് ചെയ്യാം എന്നെനിക്കറിയില്ല, എങ്കിലും ഞാൻ ശുഭപ്രതീക്ഷയോടെ നീങ്ങുന്നു അശ്വമേധത്തിലേക്ക്. So, that was Anish Philip Taragan. Anish, hello. ഹായ്. ആ ബൗളിൽ നിന്നും ഒരു വിഷയമെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനസ്സിലോർക്കാം. ജൂറിയിൽ നിന്നും അപ്രൂവൽ വാങ്ങാം. ഹോട്ട് സീറ്റിൽ ഇരിക്കാം, മത്സരിക്കാം. Come on, go ahead. So, Anish Philip Taragan. യെസ് സർ. 6 അടി എത്ര ഇഞ്ച്? 6 അടി 1 ഇഞ്ച്. 6 അടി 1 ഇഞ്ച് ഉയരം. അനീഷിനെ മുകളിലേക്ക് നോക്കി സംസാരിക്കണം. അങ്ങ് അതും ഒരു ഭാഗ്യമാണ്. എൻ്റെ ആഗ്രഹമായി മുകളിലേക്ക് നോക്കുക എന്നത്. അനീഷ് വിചാരിച്ച പേര് രേഖാ മേനൻ അപ്രൂവ് ചെയ്യുന്നു. ഞാൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്രൂവ് ചെയ്യുന്നു. അതെ. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ. യെസ്. സോ അനീഷ്, ദിസ് ഈസ് യുവർ ടൈം നൗ. മിസ്റ്റർ അനീഷ് യെസ്. ഫിലിപ്പ് തരകൻ, ടെക്നോ പാർക്കിൽ വെച്ച് നടന്ന ഓഡിഷനിലാണ് നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്നത്. അതെ സർ. വൈഫിന് എത്ര ഹൈറ്റ് ഉണ്ട്? വൈഫിന് 5'4". 5'4". അപ്പോൾ വൈഫും ഭാഗ്യവതിയാണ്. കാരണം എന്താണ്? ഉയരങ്ങളിലേക്ക് നോക്കി സംസാരിക്കാം. അല്ല, ഉയരങ്ങളിലേക്ക് നോക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ലോകത്തിൽ ഒരുപാട് പൂക്കളുണ്ടെങ്കിലും തുമ്പപ്പൂവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. തുമ്പപ്പൂ വാടില്ല, ബാക്കിയെല്ലാം വാടിക്കൊഴിഞ്ഞ് അടരും. തുമ്പപ്പൂ ആകാശത്തിലേക്ക് സൂര്യനെ നോക്കി നിൽക്കും, ഒരു പ്രഭാതത്തിൽ ഞെട്ടറ്റ് വീഴുന്നത് വരെ. എപ്പോഴും ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാകണം നമ്മൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. 3 ലൈഫ് ലൈനുകൾ, എനിക്ക് 18 ചോദ്യങ്ങൾ. നമുക്ക് കടക്കാം വിപരീത സമസ്യയുടെ ഇന്ദ്രജാലത്തിലേക്ക്. യാഗം. പുരുഷൻ? അതെ. അതെ. ഇന്ത്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം?
ഉണ്ട്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഉദ്യോഗം, ബിസിനസ്? അതെ. സ്പോർട്സ്, സയൻസ്? അതെ. സ്പോർട്സ്? അതെ. പന്തുപയോഗിച്ചുള്ള ഒരു കളി? അല്ല. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? ഇല്ല. യൂറോപ്യൻ? അല്ല. എനി ഫോം ഓഫ് റേസിംഗ്? അതെ. ഫോർമുല 1? അതെ. അമേരിക്കൻ കോണ്ടിനെന്റ്സ്, ബോത്ത് നോർത്ത് ആൻഡ് ലാറ്റിൻ? അല്ല. ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്? അല്ല. ഏഷ്യൻ അല്ല? അല്ല. Did he ever met an accident? യെസ്. യെസ്. You're sure he met a serious accident? യെസ്. മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അല്ല, അത് എല്ലാ റേസേഴ്സിനും കൂട്ടിയിടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ആംബിറ്റേഷൻ ഇല്ല, ഉണ്ടാക്കുന്ന. അങ്ങനെയൊന്നും. I hope അല്ല, I'm sure. Your 1 rupees 5,000 from Realtors. പറയൂ. ജോഡി ഷെക്ടർ സൗത്ത് ആഫ്രിക്കൻ റേസറാണ്. 1979 ഫെറാറിയുടെ കൂടെ ഫസ്റ്റ് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഫെറാറി ഗോട്ട് എ ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലി വിത്ത് മൈക്കിൾ ഷൂമാക്കർ. അത്രയും ഗ്യാപ്പ് ഉണ്ട്. ജോഡി ഷെക്ടർ 1950 ജനുവരി 29 ജനിച്ച ജോഡി ഡേവിഡ് ഷെക്ടർ സൗത്ത് ആഫ്രിക്കയുടെ പ്രശസ്തനായ കാറോട്ടക്കാരനും 1979 ഫോർമുല 1 ലോക ചാമ്പ്യനുമായിരുന്നു. ഒട്ടനവധി ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ഈസ്റ്റ് ലണ്ടനിലാണ് ജനിച്ചത്. ജോഡി ഷെക്ടർ, മനോഹരമായ തിരഞ്ഞെടുപ്പ്. റിയൽട്ടേഴ്സിന്റെ 5000 രൂപയുടെ ക്യാഷ് അവാർഡ് താങ്കൾ സ്വന്തമാക്കി കഴിഞ്ഞു. അടുത്ത റൗണ്ടിൽ ഇടവേള കഴിയുമ്പോൾ താങ്കൾ രണ്ടാം ബൗളിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുക്കും. മറ്റൊരു വ്യക്തിയെ തന്നെ മനസ്സിൽ ഓർമ്മിക്കും. ഞാനുമായി വിപരീത സമസ്യയിൽ ഏർപ്പെടും. ഇത് അംഗീകരിക്കുന്നു? Yes, approved. And you are there to support him. Yeah, ready. Please take your seats. താങ്കൾ വിചാരിച്ച വ്യക്തി ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരാളാണ്. അതെ. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നോർമൽ ഡെത്ത്? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നുമായി ബന്ധപ്പെട്ടാണോ പ്രധാന പ്രശസ്തി? അതെ. രാഷ്ട്രീയം? അതെ. 1950 ശേഷം മരണം? അതെ. സാധാരണഗതിയിൽ മരണം? അല്ല. ലൈഫ് ലൈൻ? ലൈഫ് ലൈൻ. നോർമൽ ഡെത്ത് ആയിരുന്നു. സോ 8th question was a ലൈഫ് ലൈൻ. 8ാമത്തെ ചോദ്യം വീണ്ടും. താങ്കൾക്ക് ഇത്തവണ 4 ലൈഫ് ലൈൻ ഉണ്ട്, 3 അല്ല. സാർക്ക് കൺട്രീസിലൊന്നായിരുന്നു ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ? അല്ല. ഗൾഫ് കൺട്രീസ്, ഇസ്ലാമിക് കൺട്രീസ്? ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. അല്ല. അല്ല. വെസ്റ്റ് ഏഷ്യ, പശ്ചിമേഷ്യ? അതെ. നോർമൽ ഡെത്ത് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മരണത്തിൽ കെമിക്കൽ പോയിസണിങ്ങിന്റെ ദുരൂഹത പലതവണ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല. ഇല്ല? ഇല്ല. 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 അപ്പൊ യാസ്ര അറാഫത്ത് അല്ല. അല്ല. എത്രയായി ചോദ്യങ്ങൾ?
10 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ? അതെ. 10 വില്യം ഗോൾഡാമയർ. വില്യം ഗോൾഡാമയർ. അതെ. വില്യം ഗോൾഡാമയർ. ഗോൾഡ മേയർ ഇസ്രയേലിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഗോൾഡ മേയർ. ഇസ്രയേൽ രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിത എന്നറിയപ്പെട്ടിരുന്ന ഇവർ ഒരു ഇസ്രയേലി അധ്യാപികയുമായിരുന്നു. 1974 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം അവർ പ്രധാനമന്ത്രി പദം രാജിവെച്ചു. ചെറുപ്പത്തിൽ തന്നെ നേതൃപാടവം പ്രകടിപ്പിച്ചിരുന്ന ഗോൾഡ അമേരിക്കൻ യങ് സിസ്റ്റേഴ്സ് സൊസൈറ്റി സ്ഥാപിക്കുകയും സഹപാഠികൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങുന്നതിലേക്കായി ധനശേഖരണാർത്ഥം യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഗോൾഡ മേയറിനെ വിചാരിച്ചതുകൊണ്ട് ഈ ഗോൾഡൻ ഹോഴ്സ് ആയിക്കോട്ടെ താങ്കൾക്കുള്ള സമ്മാനം. ഒപ്പം 2500 രൂപയുടെ ഉപഹാരം. ശില്പം തന്നിട്ട് ശില്പ പോയി. പ്രേക്ഷകരോട് ഈ രാത്രി ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാളെ കൊണ്ടുപോകാൻ ദൈവം വന്നു. കയ്യിലൊരു സ്യൂട്ട് കേസ് ഉണ്ട്. ദൈവത്തിനോട് ചോദിച്ചു, ഈ സ്യൂട്ട് കേസിൽ എന്താണെന്ന് ചോദിച്ചു. അത് നിനക്ക് ഈ ഭൂമിയിലുള്ള നിന്റെ സമ്പാദ്യങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്താ, പണമാണോ സ്വത്താണോ? അതൊന്നും നിൻ്റേതല്ലല്ലോ, അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും രോദനങ്ങളും കണ്ണുനീരുമാണോ? അതും നിനക്കുള്ളതല്ല, അതൊക്കെ നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുള്ളത്, അതെല്ലാം കളഞ്ഞു. പിന്നെ ഞാൻ നേടിയ പ്രശസ്തിയും പുകഴും എൻ്റെ അറിവും ഒക്കെയാണോ? അതൊന്നുമല്ല, അതൊക്കെ താൽക്കാലികമായി അവിടെ ഭൂമിയിൽ നേടിയത് മാത്രമാണ്. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു. ഈ പെട്ടിക്കകത്തുള്ളത് നീ ജീവിച്ച നിമിഷങ്ങൾ ആണ് എന്ന്. നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമേ നമുക്ക് സ്വന്തമായുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും. Live each moment of the day. Live the day. Live the day. And good night from GS Pradeep.